ബിഗ് ബോസിൽ കൂട്ടയടിയും ചീത്തവിളികളും മോശമായ പദപ്രയോഗങ്ങളും കൊണ്ട് ഒരു ശാപമായി മാറുന്നു. ഇത്രയും സീസണുകൾ വന്നെങ്കിലും ഏറ്റവും മോശപ്പെട്ട സീസണാണ് ബിഗ് ബോസ് എന്ന ഇപ്പോഴത്തെ പ്രോഗ്രാം. ബിഗ് ബോസ് കാണാൻ തീരെ ഓഡിയൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പിന്മാറിയപ്പോൾ മത്സരാർത്ഥികൾ തമ്മിൽ മോശമായ പദപ്രയോഗങ്ങളോ ശാരീരികമായ ഉപദ്രവങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഉള്ളതാണ്. എന്നാൽ ബിഗ് ബോസ് തന്നെ ഇപ്പോൾ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. അതിന്റെ എല്ലാം കാരണം ബിഗ് ബോസ് എന്ന ഈ പ്രോഗ്രാം കാണാൻ ഇപ്പോൾ ആളില്ല എന്നുള്ളത് തന്നെയാണ്. നേരം പോക്കിന് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം വയലൻസും അടിയും പിടിയും തെറിവിളിയും ഒക്കെ ആയി മാറി ഈ പ്രോഗ്രാം കാണുന്ന മനുഷ്യർക്ക് ഒരുതരം ടെൻഷൻ കൊടുക്കുന്ന പ്രോഗ്രാമായി മാറിയിരിക്കുന്നു. ബിഗ് ബോസ് കാണാൻ ആളില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അവർ സ്വയം ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ അടിയും പിടിയും. ഇതൊക്കെ ആരും വിശ്വസിക്കരുത്. ഇത് ഒരു കളികൾ മാത്രമാണ്. ഇതിൽ കളിക്കുന്നവർക്കെല്ലാം പണം കിട്ടുകയും മോഹൻലാലിന് പണം കിട്ടുകയും നടത്തുന്നവർക്കെല്ലാം കോടികൾ വന്നു ചേരുകയും ചെയ്യുന്നു. അയക്കുന്ന SMS-കളും അതും ഇതും എല്ലാം കൊണ്ട് ജനങ്ങൾക്ക് കൈനഷ്ടമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം ഇവരുടെ കളികളാണെന്നും ഇവര് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണെന്നും ഒക്കെ മനസ്സിലാക്കുക. ഇതിലൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. ഇവര് തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതെല്ലാം ഓരോരോ സീക്രട്ട് റൂമിൽ വിളിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം, അപ്പൊ ഇന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരെ വിളിച്ചിട്ട് വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഇതെല്ലാം കളിക്കണമെന്നുള്ള കളികളാണ്. ജനങ്ങളെ പറ്റിക്കാൻ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതാരും വിശ്വസിക്കരുത്. ഇത് ഒരു തരികിടയാണ്.